സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ഒരേ തീരത്തിരുന്നുകൊണ്ട് കാണാൻ സാധിക്കുന്ന ഇന്ത്യയിലെ ഏക സ്ഥലം, ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ മുനമ്പ്. കല്യാണം നടക്കാത്തവർക്ക് അത് നടത്തി കൊടുക്കുന്ന ദേവി കുടികൊള്ളുന്ന ഒരു ക്ഷേത്രമുള്ള സ്ഥലം. സ്വാമി വിവേകാനന്ദൻ തപസ്സനുഷ്ഠിച്ച വിവേകാനന്ദ പറയും, അതേപോലെ തന്നെ തമിഴ് കവിയായിട്ടുള്ള തിരുവള്ളൂരിൻ്റെയും പ്രശസ്തമായിട്ടുള്ള പ്രതിമകൾ സ്ഥാപിച്ച സ്ഥലം. 3 മഹാസമുദ്രങ്ങളുടെ സംഗമ സ്ഥാനമായ ത്രിവേണി സംഗമവും ഇവിടെയാണ്. ഇന്ത്യയിലെ കടലിന് മുകളിലൂടെയുള്ള ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടെ സ്ഥാപിച്ചിട്ട് കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇത്തരത്തിൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലത്തേക്കാണ് എൻ്റെ ഇന്നത്തെ യാത്ര. അത് മറ്റെങ്ങോട്ടുമല്ല, കന്യാകുമാരിയിലേക്കാണ്. കന്യകയായിട്ടുള്ള ദേവി വാഴുന്ന കന്യാകുമാരിയിലേക്ക്. ഈ ഒരു യാത്ര ഞാൻ ആരംഭിച്ചത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരുന്നു. മലബാർ മേഖലയിൽ നിന്നും എങ്ങനെ ട്രെയിൻ മാർഗം കന്യാകുമാരി എത്തിച്ചേരാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പം കന്യാകുമാരി പോകാൻ പ്ലാൻ ചെയ്യുന്നവരും അതോടൊപ്പം തന്നെ യാത്രകളെ സ്നേഹിക്കുന്നവരും ഈ വീഡിയോ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ശ്യാം വിശ്വാസ്. ഹലോ, ഞങ്ങളിപ്പോൾ ഉള്ളത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മളിന്ന് പോകാൻ പോകുന്നത് കന്യാകുമാരിയിലേക്കാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തായിട്ടുള്ള വികാസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോകാൻ പോകുന്ന ട്രെയിന് ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടും പിന്നെ ഇന്ത്യൻ റെയിൽവേയുടെ വളരെ നല്ല സേവനം കൊണ്ടും 1 മണിക്കൂർ ലേറ്റാണ്. അപ്പോൾ അത്രയും സമയം ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഒരു ചായ കുടിക്കാൻ വിചാരിച്ചു. ചായ കുടിച്ചിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. ചേട്ടാ, ഒരു ചായ ഒന്ന് മേടിയാക്കണേ. അല്ലേ ഫിക്സഡ് ടീ ബാഗാ? ആ, ഓക്കെ ഓക്കെ ഓക്കെ, എന്നാൽ ശരി, കുഴപ്പമില്ല. ടീ ബാഗാണ് പ്രശ്നം. അപ്പോൾ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വിജനമായി കിടക്കുന്ന കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ട്രെയിൻ വരാൻ ലേറ്റ് ആയതിനെ കൊണ്ടാണോ എന്നറിയില്ല. അല്ല, ട്രെയിൻ വരാൻ ലേറ്റ് ആയതിനെ കൊണ്ടാണല്ലോ കേട്ടോ. തൊട്ടപ്പുറത്തെ പ്ലാറ്റ്ഫോമിലാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് 4ാമത്തെ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇതിലൂടെ ഒരു ട്രെയിനൊന്നും വരാനില്ല. അപ്പോൾ നമുക്ക് 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകണം. ട്രെയിൻ ഇപ്പോൾ ഏകദേശം കൊയിലാണ്ടി എത്തിയിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് കൊണ്ട് അത് 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ നമ്മൾ പോകുന്ന ട്രെയിൻ ഏതാണെന്നും ഈ ട്രെയിനിൻ്റെ എങ്ങനെ ബുക്ക് ചെയ്യാമെന്നും അതേമാതിരി കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറഞ്ഞുതരാനുണ്ട്. അതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം. അപ്പോൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. കന്യാകുമാരിയിലേക്കുള്ള യാത്രയിൽ നിങ്ങളെ ഞാൻ എൻ്റെ കൂടെ ക്ഷണിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ഈ ഒരു യാത്ര മനോഹരമാക്കാം. അപ്പോൾ നമ്മൾ പോകുന്ന ട്രെയിനിൻ്റെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ 16-335 ട്രെയിൻ നമ്പർ വരുന്നത്. നാഗർകോവിൽ വീക്ക്ലി എക്സ്പ്രസ് ആണ് കേട്ടോ അത്. അപ്പോൾ ഇത് എല്ലാ ശനിയാഴ്ചയും സർവീസ് നടത്തുന്നൊരു ട്രെയിനാണ്. ഗാന്ധിഗാവിൽ നിന്നും നാഗർകോവിൽ വരെ നടത്തുന്ന ഒരു സ്പെഷ്യൽ ട്രെയിൻ കൂടിയാണ്. നമുക്ക് കന്യാകുമാരിക്ക് പോകാൻ വേണ്ടി പറ്റിയൊരു മികച്ചൊരു ട്രെയിനാണ്. പരശുറാം പോകുന്നുണ്ടെങ്കിൽ കൂടി പരശുരമൊക്കെ ഫുൾ ബുക്കിംഗ് ആയിരിക്കും. പക്ഷേ ഈ ട്രെയിന് അധികം പേർക്കും അറിഞ്ഞുകൂടാം. അപ്പോൾ ഇതൊരു നല്ലൊരു ട്രെയിനാണ്. ഓക്കെ, അപ്പോൾ പക്ഷേ ട്രെയിൻ കുറച്ച് ലേറ്റാണെന്നുള്ളത് ഒരുപാട് നോർത്ത് നിന്ന് വരുന്നതിനെ കൊണ്ടാണ് ഈ ഒരു ട്രെയിൻ ഡിലേ വരുന്നത്. അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും അതൊക്കെ നമ്മൾ സഹിക്കാൻ തയ്യാറാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ട്രെയിൻ തന്നെയാണ് ഈ ഒരു നാഗർകോവിൽ എക്സ്പ്രസ് എന്ന് വിളിക്കുന്നത്. 1 മണിക്കൂർ ലേറ്റ്. ഇപ്പോൾ ഏകദേശമാവാനായിട്ടുണ്ട്, സമയം 7 ആവാനായിട്ടുണ്ട്. 5 മിനിറ്റ് കൂടിയേ ഉള്ളൂ. കൊയിലാണ്ടി എത്തിയിട്ടുണ്ട് നമ്മൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് ട്രെയിനകത്താണ്. അപ്പോൾ ഈ ട്രെയിനിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. എല്ലാ ശനിയാഴ്ചകളിലും
നാഗർകോവിൽ വരെ, അതായത് കന്യാകുമാരിക്ക് തൊട്ടടുത്തുള്ള സ്ഥലമായിട്ടുള്ള നാഗർകോവിൽ വരെ സർവീസ് നടത്തുന്ന ഒരു വീക്ക്ലി എക്സ്പ്രസ് ട്രെയിനാണിത്. ട്രെയിൻ നമ്പർ 16335. ഉത്തരേന്ത്യയിലെ ഗാന്ധിഗാമിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. മലബാറിൽ നിന്നുള്ളവർക്കും മറ്റ് കേരളത്തിലെ എല്ലാ ജില്ലയിൽ നിന്നുള്ളവർക്കും രാത്രി കന്യാകുമാരിയിലേക്ക് പോകാൻ വേണ്ടി സാധിക്കുന്ന ഒരു മികച്ച ട്രെയിനാണിത്. കാരണം പരശുറാമ എക്സ്പ്രസ് സഞ്ചരിക്കുന്നത് പകൽ സമയത്താണ്. പകൽ സമയത്ത് സഞ്ചരിച്ച് രാത്രിയാണ് കന്യാകുമാരി ഇവിടെ എത്തിച്ചേരുന്നത്. പക്ഷേ ഈ ഒരു ട്രെയിൻ മാത്രമാണ് രാത്രി സമയത്ത് നമുക്ക് മലബാർ മേഖലയിൽ നിന്നുള്ളവർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരേ ഒരു ട്രെയിൻ എന്ന് പറയുന്നത്. ഇത് ഏകദേശം 6:30 ആകുമ്പോൾ കോഴിക്കോട് എത്തുകയും പിറ്റേന്ന് പുലർച്ചെ 6:30 കൂടി നാഗർകോവിൽ ജംഗ്ഷനിൽ എത്തിച്ചേരുകയുമാണ് ചെയ്യുന്നത്. ഒരാൾക്ക് ടിക്കറ്റിന് സ്ലീപ്പർ ടിക്കറ്റ് ആണെങ്കിൽ വെറും 250 രൂപ മാത്രമാണ് കോഴിക്കോട് നിന്നും ചെലവായിട്ടുള്ളത്. ഇതിനനുസൃതമായിട്ടായിരിക്കും മറ്റ് പല സ്റ്റേഷനുകളിൽ നിന്നും വരുന്നത്. നിങ്ങൾക്ക് IRTCയുടെ ആപ്പ് മുഖേനയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് മുഖേനയോ അതുമല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേയുടെ കൗണ്ടറുകൾ വഴിയോ ടിക്കറ്റ് റിസർവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെന്റുകളും അവൈലബിൾ ആണ്. ഇത്തരത്തിൽ രാത്രിയിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പുറത്തെ കാഴ്ചകൾ നോക്കി ഇങ്ങനെ ഈ ഒരു വാതിൽപ്പടിയിൽ നിൽക്കുന്നത് ഭയങ്കര സുഖമുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ അപകടം പിടിച്ചതുമാണ്. കാരണം നമ്മുടെ കൈയൊന്ന് പാളിയാൽ നേരെ തെറിച്ചു വീഴാൻ പോകുന്നത് മരണത്തിലേക്കായിരിക്കും. എന്നിരുന്നാൽ കൂടിയും അല്പം ശ്രദ്ധയോടുകൂടി വളരെ സൂക്ഷിച്ച് ഒരു കമ്പിയിൽ പിടിച്ചുകൊണ്ട് ഞാൻ പുറത്തെ കാഴ്ചകൾ ഒരുപാട് നേരം നോക്കിയിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് ഉറക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, പോയി കിടക്കണം. അപ്പം നേരെ നമ്മുടെ ബെർത്ത് നോക്കി നടക്കുകയാണ്. ഇതാണ് എൻ്റെ ബെർത്ത് വരുന്നത്. ഇനി ഈ ഒരു ബെർത്തിൽ തട്ടി വിരിച്ചിട്ട് നമുക്ക് കിടക്കാനുള്ള പരിപാടി നോക്കണം. രാത്രി സമയങ്ങളിൽ ഞാൻ ചെയ്യുന്ന ട്രെയിൻ യാത്രകളിൽ ഞാൻ ഭൂരിഭാഗവും ബുക്ക് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള സൈഡ് ലോവർ ബെർത്തുകളാണ്. പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബെർത്ത് കൂടിയാണിത്. കാരണം വേറൊന്നുമല്ല, പുറത്തെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് മറ്റുള്ളവരുടെ ശല്യമില്ലാതെ നമ്മുടെ ഇഷ്ടാനുസരണം സീറ്റുകൾ നിവർത്തിയും അടച്ചിട്ടും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന ഇന്ത്യൻ റെയിൽവേയുടെ ഒരു മികച്ച ഒരു സെറ്റപ്പ് റിസർവേഷൻ സീറ്റാണ് ഈ ഒരു സൈഡ് ലോവർ ബെർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ട്രെയിൻ യാത്ര രാത്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സീറ്റ് ബുക്ക് ചെയ്യാൻ മറന്നു പോകണ്ട. ഇപ്പോൾ സമയം ഒരുപാടായിട്ടുണ്ട്, 11 മണി കഴിയാറായി. എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇനി ഉണർന്നെണീക്കുമ്പോഴേക്കും നമ്മൾ നാഗർകോവിൽ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ടായിരിക്കും. കാരണം എണീക്കാൻ കുറച്ച് നേരമേ പോയാലും ഈ ട്രെയിനിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് നാഗർകോവിലാണ്. അതുകൊണ്ട് ടെൻഷൻ ഇല്ലാതെ ഞാൻ കിടക്കാൻ പോവുകയാണ്. നമുക്ക് നാളെ കാണാം. ഗുഡ് നൈറ്റ് ഓൾ. എത്രയാടാ? 6 മണിയാണ് സമയം. 6 മണി. ക്യാമറ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ് ഓൾ. 6 മണി ആവാനായിട്ടുണ്ട്. നല്ലൊരു ഉറക്കം എന്ന് പറയാൻ പറ്റില്ല, ഒരു ക്യാമറയെ ഉറക്കം ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി കിടക്കാൻ നേരത്തെ ഞങ്ങളിരിക്കുന്ന കമ്പാർട്ട്മെൻറ്റ് ഈ S5-ൽ ഇപ്പോഴേക്ക് ആൾക്കാരായിരുന്നു. രക്ഷയില്ലാത്ത രീതിയിൽ ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ എവിടെ ഇറങ്ങിപ്പോയോ ആവോ, ഒരു ഐഡിയ ഇല്ല. അപ്പം ഇതിനകത്ത് ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ, വേറെ ആരെയും കാണുന്നില്ല. നോക്കി കമ്പാർട്ട്മെൻറ്റ് കംപ്ലീറ്റ് കാര്യമായിരിക്കും. മനുഷ്യജീവിക്കാം ഇപ്പുറം ആളില്ല, ഫുള്ള് കാലിയായി കിടക്കണം. ഇവിടെ ഇല്ല ഈ കമ്പാർട്ട്മെൻ്റ് ഒക്കെ അങ്ങനെ ടോട്ടലി
ട്രെയിൻ കാലിയായിട്ടുണ്ട്. ഇതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ഈ നാഗർകോവിൽ എന്ന് പറയുന്ന സ്ഥലം ഈ ട്രെയിനിൻ്റെ ലാസ്റ്റ് പോയിന്റാണ്. ഇത് അവിടെ വരെ ഉള്ളൂ, അവിടെ അങ്ങോട്ട് പോകാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുന്നേ ഉള്ള സ്റ്റോപ്പുകൾ കൊല്ലത്തും അതേപോലെ തന്നെ ട്രിവാൻഡ്രത്തൊക്കെ ഒരുപാട് ആൾക്കാർ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ട്രിവാൻഡ്രത്തേക്ക് രാവിലെ എത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ട്രെയിനുകൾ ഒന്നുകൂടിയാണിത്. അതുകൊണ്ട് തന്നെ ആളുകൾ അങ്ങനെ പോയതായിരിക്കാം. അങ്ങനെ അനാഥമായി ഒരു ക്യാബിൽ ഞങ്ങൾ രണ്ടുപേരും നാഗർകോവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാഗർകോവിലല്ല, കന്യാകുമാരിയിലേക്ക്. അല്പസമയത്തിനകം ഈ ഒരു ട്രെയിൻ കന്യാകുമാരി എത്തുന്നതായിരിക്കും. ഇപ്പോൾ നമ്മളിത് നാഗർകോവിൽ ജംഗ്ഷനിൽ എത്തിയിട്ടോ, വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങാൻ പോവാണ്. സ്റ്റെപ്പ് എടുത്ത് നോക്കട്ടെ നാഗർകോവിലേക്ക്, കന്യാകുമാരിയിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. ഗൈസ്, നമ്മുടെ ദക്ഷിണ റെയിൽവേയുടെ ഒരു എൻഡാണ് ഈ സ്റ്റേഷൻ ശരിക്കും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ട്രെയിൻസ് ഇങ്ങനെ ലൈനായി നിർത്തിയിട്ട്, ഞാൻ ഇത്രയും ട്രെയിനുകൾ ഒരുമിച്ച് നിർത്തിയിരുന്ന വേറെ സ്റ്റേഷൻ കണ്ടിട്ടില്ല കേട്ടോ. അതായത് രാവിലെ ആയതുകൊണ്ട് എല്ലാ ട്രെയിനും ഇവിടെ ഹോൾട്ടറാണ്. മൊത്തത്തിൽ ഒരു 8 ട്രെയിനുകളുണ്ട്. എന്തായാലും അതൊരു വല്ലാത്തൊരു കാഴ്ചയാണ്. കയറി ഇറങ്ങി വന്നപ്പോൾ തന്നെ ഉള്ളത്. നമുക്ക് ഇവിടെ നാഗർകോവിൽ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം ഫ്ലൈ ഓവർ, ഒരു സ്റ്റെപ്പ് ഫ്ലൈ ഓവർ ഉണ്ട്. അത് കയറി ഇറങ്ങിയിട്ട് പുറത്തേക്കുള്ള എൻട്രൻസ് കാണാൻ പറ്റുന്നതാണ്. ട്രെയിൻ ഇറങ്ങിയിട്ട് അതായത് നമ്മുടെ വലതുഭാഗത്തോട്ടാണ് പോകേണ്ടത് കേട്ടോ. ടാക്സി അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഔട്ടറിലാട്ടോ, അതായത് നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തോട്ട് ഇറങ്ങിയതാണ്. നമുക്ക് ഇവിടെ നിന്ന് കന്യാകുമാരിയിലേക്കുള്ള ബസ്സുകൾ അവൈലബിൾ ആണ്. 11K എന്ന് പറയുന്ന നമ്പറുള്ള ബസ്സുകൾ നോക്കിയാൽ മതി. അങ്ങനെ അല്പനേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ദേ കന്യാകുമാരിക്ക് പോകാനുള്ള ബസ് വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വെറും 20 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ടിക്കറ്റ് റേറ്റ് ആകട്ടെ വെറും 15 രൂപയും. പുറത്തെ നല്ല നല്ല കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് എൻ്റെ ഈ യാത്ര തുടരുകയാണ്. അതുകൊണ്ട് തന്നെ തൽക്കാലം ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ കാണുന്ന നിങ്ങൾക്കും അതൊരു ബോറിംഗ് ആയി മാറും. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും എല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കുക, ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തേക്കുക. അതേപോലെ തന്നെ കന്യാകുമാരി വരാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോ ഫ്രണ്ട്സോ ഫാമിലിയോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. So guys, thank you for watching this video. It's me, US Shyam Vishwas, signing off.